ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ, സിംഗർ ആൻഡ് ഡയറക്ടർ, ഈ പ്രൊഡ്യൂസർ എന്നൊന്നും പറയില്ലേ, ചുമ്മാ അയ്യേ അതൊക്കെ ഇവൻ ചുമ്മാ ഇവരൊക്കെ കൂടെ ശരി എന്നാ പോകട്ടെ. പ്രൊഡ്യൂസർ നമ്മൾ വിട്ടിരിക്കുന്നു, ആർക്കും കാശ് കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ പ്രൊഡ്യൂസർ അത് സത്യം. കണ്ടോ ആ അത്ര നേരം പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന മോഹൻ വരെ മാറിപ്പോയി. അല്ല ആരും കാശ് പ്രതീക്ഷിച്ചല്ല കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത്, അതും പറയണമല്ലോ. ഇവൻ മാത്രമൊന്നുമല്ല, ഹരീഷ് എല്ലാരും ചേച്ചി നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാട്ടിനോടുള്ള രസം, അതിന് നല്ല രസമുണ്ടല്ലോ. മീൻസ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിക്കുമ്പോ അവിടെ പൈസക്ക് ആയിട്ടൊന്നല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് അതാണ് അതെ, നമ്മുടെ ഒരു ഗ്യാങ് ചെയ്ത പാട്ട് അത്രേ ഉള്ളൂ. ഈ ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് ഡിഫറൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഇപ്പം മീര പറഞ്ഞു പോകുന്ന ഒരു സാധനത്തിലേക്ക് മേ ബി ചിലപ്പോൾ എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ശരിക്കും എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അടിയുണ്ടാക്കും. അതെ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴേ ഇത് തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ കൊണ്ട് ഐഡിയ പറയുമ്പോൾ മുമ്പ് പറഞ്ഞിടായിരുന്നു, അല്ല ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഞങ്ങളെ ഏതാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ ഏതാണ്ട് സെയിം വൈബാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ, എന്നാലും ചിലപ്പോ ഞാനും അവൻ തിരിച്ചും പറയും. അല്ല ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്തിട്ട് ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു, അതിലൊരു അടി ഉണ്ടായി. അടി ഉണ്ടായില്ല, ഞാൻ അങ്ങ് വിഷമിച്ചു പോയി. മേക്കപ്പ് ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. അങ്ങനെയല്ല, ഞാൻ ഉറങ്ങുമ്പോ ആരാ മേക്കപ്പ് ചെയ്യണേ? അത് പാട്ടല്ലേടാ, പാട്ട്. ഞാൻ ഇച്ചിരി ഗ്ലാമർ ആയിട്ടൊക്കെ ഇരിക്കണ്ടേ? എനിക്ക് ഗ്ലാമർ ആയിട്ട് ഉറങ്ങണ്ടേ? എന്നിട്ട് ഞാൻ ഉറങ്ങില്ലല്ലോ, ഉറങ്ങാതിരിക്കണല്ലേ. ഉറങ്ങാൻ പോകണവരല്ലേ മുഖം കഴിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഉറങ്ങുന്നില്ല. ഞാനിട്ട് ഇവരോട് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതാ, അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തിനൊരു ഉത്തരവുണ്ട്, പിടിച്ചു നിൽക്കാൻ അറിയാം. അതെ അതെ, 4 കാലം വീഴും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ ഷൂട്ടിന്റെ സെറ്റിന്റെ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു കോർ മെമ്മറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചത് എപ്പോഴായിരിക്കും? ഈ ഷൂട്ടിന്റെ സമയത്ത്. ഷൂട്ടിനിടയിൽ എന്തായിരുന്നു, വിച്ചു വന്നിട്ട് അതായത് ഉറക്കത്തിന്റെ മേക്കപ്പ് ഇട്ട് നിൽക്കുവൻ. മാസ്ക് വെക്കണായിരുന്നു നമ്മൾ അപ്പൊ തീരുമാനിച്ചിട്ടില്ല. കട്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ജോക്കറിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ മറ്റേ ഈ കിളിപോയ അവസ്ഥ എടുക്കണമല്ലോ, ഫസ്റ്റ് ഫുള്ള് ഞാനാ. അപ്പൊ നീ ഒന്നും പറയാതെ അവൻ രാവിലെ മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി വന്നപ്പോ ഷൂട്ടിന്റെ സമയത്ത് വന്ന അപ്പൊ അവന് ഉറക്കമില്ല, ഉറക്കമില്ല. എന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുക. അപ്പൊ ഈ കിളിപോയ അവസ്ഥ, ഇവൻ എന്നെ കണ്ണനങ്ങാൻ സമ്മതിക്കില്ല, കൃഷ്ണമണി അനങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദ്യത്തെ 4 പേര് ഇങ്ങനെ എന്നെ കൊണ്ട് എടുപ്പിക്കുക. 3 മണിക്കൂറായി. അപ്പൊ ഇവൻ ബാബു എന്റെ നമ്പർ ഇക്കടെ നമ്പർ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ 1 മണി ഏകദേശം 1:30-2 മണിയോടാണ് അവന്റെ പോർഷൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അതുവരെ മേക്കപ്പ് ഇട്ടിരുന്നു. അപ്പൊ അതിനുശേഷം ആ മാസ്ക് ഒന്ന് വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൊള്ളാൻ തോന്നി. അപ്പോഴേക്കും എന്റെ മുഖം അങ്ങ് മാറി. അതുവരെ അവനാണെന്ന് അറിയാൻ പറ്റുവാണല്ലോ. അപ്പൊ പറഞ്ഞു, എടാ ഈ മാസ്ക് കുറച്ചുകൂടെ ശരിയാവും, നമുക്ക് മേക്കപ്പ് വേണ്ട. ആ മാസ്ക് അങ്ങ് വെപ്പിച്ചു. പിന്നെ അവൻ പെട്ടെന്ന് അങ്ങ് ചെയ്തു. വിച്ചു നീ തൂക്കിയടാ. പിന്നെ വിച്ചുവിന്റെ വീട്ടിലാ ഷൂട്ട് ചെയ്ത് കേട്ടോ, ഫ്ലാറ്റിലാ ഷൂട്ട് ചെയ്ത്. അല്ല, അവന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല, അവന്റെ കുഞ്ഞുറങ്ങിയിട്ടില്ല, വീട്ടിലെ പട്ടി ഉറങ്ങിയിട്ടില്ല, പട്ടി പോലും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് അവര് വീഡിയോ കണ്ടിട്ട് എന്തായിരുന്നു അവരുടെ പ്രതികരണം? ബിച്ചുവിന്റെ വൈഫൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞു, അടിപൊളി, സൂപ്പർ, നല്ല രസമുണ്ട്. അല്ല ഡയറക്ഷനെ കുറിച്ച് ഉറക്കം രസം അടിപൊളിയായിട്ടെന്ന്. അത് പറയില്ല, ഡയറക്ഷൻ മാത്രമേ അഭിപ്രായം കിട്ടാതെ ഉള്ളൂ. എന്നാലും പാവം പിടിച്ചെടുത്തിന് 7 മണിക്ക് മേക്കപ്പ് ഇട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാസ്ക്, അത് ആരുടെ ബുദ്ധിയായിരുന്നത്? അല്ല, അവന് മേക്കപ്പ് അവന് ജോക്കർ ടൈപ്പിലെ മേക്കപ്പ് ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഒരു സേഫ്റ്റിക്ക് ഈ മാസ്ക് വാങ്ങി. പക്ഷേ ഈ മാസ്കിൽ കുറച്ച് LED സ്ട്രിപ്പ് ലൈറ്റ്സ്, ഔട്ട്റേജ് മാറി. അപ്പൊ ഹരീഷ് നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു നമുക്ക് ഇത് കുറച്ചുകൂടെ കൊള്ളാന്ന്. അങ്ങനെ വന്നപ്പോ അപ്പൊ മനസ്സിലായി ഇവർ രണ്ടുപേരല്ല വില്ലൻ, ശരിക്കും ഹരീഷാണ് വില്ലൻ. അല്ല, പൊതുവെ അവനൊരു പേരുണ്ട് അങ്ങനെ, തെറിക്കപ്പെട്ടവരുന്ന്. നമ്മളിട്ട പേര് അത് എല്ലാത്തിനും അവസാന നിമിഷം തെറിച്ചോണവനാ, തെറിക്കപ്പെട്ടവന്ന പേര്.